മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കുന്നുവെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ പരാമർശത്തിനെതിരെ സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ലീഗിന് അങ്ങനെ ഒരു ചിന്തയില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. മൊയ്ൻ അലി തങ്ങൾക്ക് മാത്രമല്ല ആർക്കു നേരെയും ഭീഷണി ഉയർത്താൻ പാടില്ലെന്നും സമസ്ത സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. കൈവെട്ടൊന്നും പറഞ്ഞതാവില്ല. അത് ചില ആവേശം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. മൊയ്ൻ അലി തങ്ങൾക്ക് എന്നല്ല, ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ. വന്നാൽ ചിലപ്പോൾ ഇതിൽ പ്രതികരിക്കേണ്ടി വരും. തങ്ങൾ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. അരുൺ പാറക്കൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശം? അനുജ, മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഈ സമസ്ത ലീഗ് പ്രശ്നത്തെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് സമസ്തയെ തകർക്കാൻ ലീഗ് നിരന്തരമായി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ഇപ്പോൾ സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. അങ്ങനെ സമസ്തയെ ആർക്കും തകർക്കാൻ കഴിയില്ല, മാത്രമല്ല ലീഗിനെ വിശ്വസിക്കുന്നു. ലീഗ് ഒരു കാരണവശാലും സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയല്ല. അത്തരത്തിലുള്ളൊരു ആലോചന പോലും ലീഗിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന തരത്തിലായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വന്ന മൊയ്ൻ അലി തങ്ങൾക്ക് നേരെയുള്ള, അതായത് യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ മൊയ്ൻ അലി തങ്ങൾക്ക് നേരെ ഉണ്ടായ ഭീഷണി സന്ദേശത്തെക്കുറിച്ചും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് പ്രതികരിച്ചു. അങ്ങനെ ഒരാൾക്ക് നേരെ മാത്രം വന്ന ഭീഷണി സന്ദേശം അല്ല, ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശത്തെ ചെറുത്തു തോൽപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഇന്നിപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. സത്താർ പന്തല്ലൂരിന്റെ കൈവിട്ടു പരാമർശവുമായിരുന്നു മറ്റൊരു ചോദ്യം. ഇതേക്കുറിച്ച് അത് പ്രസംഗത്തിനിടയിൽ സംഭവിച്ച ഒരു താളപ്പിഴയായിരിക്കാം എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. അനുജ.